ഇന്ന് സംസാരിക്കുക എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എക്സാമിന് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ ഈ എക്സാമിന് പാസ്സാവും. ഇൻ കേസ് നിങ്ങൾ സപ്ലി ഉള്ളവരാകാം, ഇല്ലാത്തവരാകാം. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സപ്ലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് സപ്ലി വരാനുള്ള കാരണം സ്വയം കണ്ടെത്തുക. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കല്ലേ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങൾ പഠിച്ചത് കുറവായിരുന്നോ, നിങ്ങൾ എഴുതിയത് ശരിയായില്ലേ, മേ ബി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിയലൈസേഷൻസ് ഉണ്ടാവും. ശ്ലോകം മറന്നു പോയോ, അത് കറക്റ്റായിട്ടല്ലേ പഠിച്ചത്, ശ്ലോകം പഠിച്ചത് കുറഞ്ഞു പോയോ. അപ്പോൾ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിന് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം അത് നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് സപ്ലിമെൻ്ററീസ് എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിനൊരു അന്ത്യം ഉണ്ടാവില്ല. അപ്പം അത് നിങ്ങൾ ആദ്യം തന്നെ സോൾവ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് സപ്ലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം. നെക്സ്റ്റ് പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ എക്സാം പാസ്സായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ സപ്ലി ഉണ്ടായിരുന്നവർക്കും ആ തീരുമാനം എടുക്കാം കേട്ടോ. അടുത്ത എക്സാം എഴുതുമ്പോൾ അതോടുകൂടെ നിങ്ങൾ സപ്ലി ക്ലിയർ ആക്കും. അപ്പോൾ ആ ഒരു തീരുമാനം ഉറച്ചതായിരിക്കണം. അത് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഈ സപ്ലി ക്ലിയർ ആവാൻ അല്ലെങ്കിൽ എക്സാം ക്ലിയർ ആവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കുക, അതിന് വേണ്ട ടൈം ടേബിൾ റെഡിയാക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് പ്രിൻ്റ് ഔട്ട് തന്നെ ഡെഫിനറ്റായിട്ട് വേണം. കാരണം പ്രിൻ്റ് ഔട്ട് എടുത്താലാണ് നിങ്ങൾ പഠിച്ച പോർഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സിലബസ് ഏറ്റവും വൃത്തികേടാക്കാൻ പറ്റുമോ അത്രയും വൃത്തികേടാക്കാനാണ് ഞാൻ പറയുക. അതായത് ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ പല കളർ പെൻ കൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പ്രാവശ്യം ഇത് ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയത് എന്താണ് എന്നുള്ളത്. പിന്നെ സിലബസിൻ്റെ വേറെ കാര്യം പറയുകയാണെങ്കിൽ സിലബസ് നിങ്ങൾ തറവായിട്ട് പഠിക്കാൻ നോക്കുക. കാരണം സിലബസ് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ജ്ഞാനമായി. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം എവിടെയാണ് ഈ ഒരു കാര്യം വരുന്നത്, ഈ ഒരു ഡിസീസ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു നല്ല ധാരണ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം സിലബസ് പഠിക്കുക, സിലബസ് മാർക്ക് ചെയ്യുക, ഓരോ ദിവസവും പഠിച്ചു പോകുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിലബസിൻ്റെ എല്ലാ പാർട്ടും നിങ്ങൾ കവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻ നോക്കി പഠിച്ച് കുറേ പോർഷൻസ് വിട്ടുപോകും. അപ്പം ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല, നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മളത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോർഷൻസാണ് വന്നതെന്ന്. പക്ഷെ സിലബസിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം എല്ലാ പോയിന്റും സിലബസിലെ എല്ലാ പോയിന്റിലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഭാഗത്തിന് നിങ്ങൾ പഠിച്ച് വെക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് അപ്പാടെ നിങ്ങൾക്ക് നഷ്ടമാവും. അത് ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഇതാണ് സിലബസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്തത് പറയാനുള്ളത് നിങ്ങളൊരു ടൈം ടേബിളിനെ പറ്റിയിട്ടാണ്. ടൈം ടേബിൾ എപ്പോഴും ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കാണ് നന്നായിട്ട് അറിയാം. നിങ്ങൾ കുളിക്കാൻ എത്ര സമയം എടുക്കും, നിങ്ങൾക്ക് എത്ര സമയം റിലാക്സേഷന് വേണം, എത്ര സമയം ഉറങ്ങണം, ഇതെല്ലാം നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്ന കാര്യമാണ്. കാരണം എനിക്ക് എങ്ങനെയാണ് മറ്റൊരാളുടെ ലൈഫിനെ പറ്റി അറിയാം. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും അത് കറക്റ്റായിട്ട് പാലിക്കാനും നിങ്ങൾക്കാ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തന്നെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് പാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിലബസ് എടുത്ത് വെച്ച് ഓരോ ഡേറ്റ് ഇട്ട് വേണം അത് എഴുതാനായിട്ട്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം എങ്കിൽ നിങ്ങൾ ആ ഓരോ ഡേറ്റുകൾ ഇടുക, ഒരു ദിവസം നിങ്ങൾ ഇത്ര പോർഷൻ കവർ ചെയ്യും, അത് എഴുതി വെക്കുക അതിൽ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടൈം ടേബിൾ ഇടുമ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു ദിവസം പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ വെക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് എടുക്കുക. അതാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാ സബ്ജക്റ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോർഷനും കറക്റ്റായിട്ട് തീരാത്ത പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അതില്ലാതിരിക്കാൻ നിങ്ങൾ ഒരു സബ്ജക്റ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ടൈം ടേബിൾ ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ ഉറങ്ങേണ്ട സമയം നിങ്ങൾ ഉറങ്ങാനായിട്ട് തന്നെ യൂസ് ചെയ്യുക. ഉറക്കൊളച്ച് ഒരിക്കലും പഠിക്കരുത്. അത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ബേർഡനാണ് നിങ്ങളുടെ ബ്രെയിന് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ കുറേ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് വേണം. അപ്പം അതിന് നിങ്ങൾ ഉറങ്ങുക തന്നെ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കുറച്ച് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളിൽ തന്നെ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യാം, എക്സാം ഞാൻ നന്നായിട്ട് എഴുതുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം വരുന്നു. അപ്പം അതൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യും. ആ തോട്ട്സ്
ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും, നമുക്ക് കൂടുതൽ എനർജിയിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, നെഗറ്റിവിറ്റിയിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുക. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചിലവരെ കണ്ടിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ചിങ്ങനെ പഠിക്കുക, ശ്വാസം മുട്ടി പഠിക്കുക. അവർ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാനാണ് ഞാൻ എപ്പോഴും പറയുക. എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പം അതാണ് നമ്മൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ എക്സാമിൻ്റെ സമയത്തായാലും നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം ആവശ്യമില്ലാത്ത ടെൻഷൻ അവർക്ക് നമുക്ക് കൂടെ കുത്തിക്കയറ്റി തരും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ സ്വയം ഒരു കൺട്രോൾ ഉണ്ടാവുക, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ബോധ്യം, കോൺഫിഡൻസും ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റായിട്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം ഏകദേശം നമ്മൾ ഒരു 3 റിവിഷനെങ്കിലും എക്സാമിന് മുമ്പ് കഴിഞ്ഞിരിക്കണം. അതിനുള്ള ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മളതൊന്ന് പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യാനുള്ളൊരു സമയം, പിന്നെ എക്സാമിൻ്റെ അന്ന് രാവിലെ അത് വായിച്ചു പോകണം. അത് ഞാൻ എക്സാമിൻ്റെ ഡേയ്സിൽ, അതായത് ടൈം ടേബിളിൻ്റെ ഇടയ്ക്കുള്ള ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു എക്സാം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസത്തെ ഒരു എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ പോർഷൻസ് മുഴുവൻ വായിക്കാൻ നമുക്ക് പറ്റിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റിവിഷനും വേണം, പിന്നെ എക്സാമിൻ്റെ അന്ന് രാവിലെയും ഒരു റിവിഷനും വേണം എക്സാമിന് പോകുന്നതിന് മുമ്പ്. അപ്പോൾ സ്റ്റഡി ലീവിന് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സും വേണം. കാരണം ഞാൻ എപ്പോഴും പറയാം, പ്രൊമോട്ട് ചെയ്യുക ഷോർട്ട് നോട്ട്സുകൾ എഴുതാനാണ്. കാരണം അത് എഴുതുമ്പോൾ എന്താണ് ഗുണം, അത് നമ്മൾക്കൊരു കോൺഫിഡൻസ് ആണ്, നമ്മൾ ഇത്രയും പോർഷൻ പഠിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് തരുന്നത്. അപ്പം അത് നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്. അപ്പം നമ്മളത് എഴുതാൻ മടി കാണിക്കരുത്. അപ്പം നമുക്ക് വലിയ ടെക്സ്റ്റ് പഠിക്കുന്നതിനേക്കാളും കുറേ കൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഷോർട്ട് നോട്ട്സ് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പം അത് നിങ്ങളെപ്പോഴും ചെയ്യുക. കാരണം കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതാ പഠിക്കാത്തതെന്ന് ഒരു ഐഡിയയും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവും പഠിച്ചത് ഏതാണെന്നുള്ളൊരു, കാരണം അത്രയും വാസ്റ്റാണ് നമ്മുടെ സിലബസ്. അപ്പം ഇത്രയും പോർഷൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ്. നിങ്ങളുടെ എക്സാമിന് തലേ ദിവസം അത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സെറ്റായിട്ടുള്ള രീതിയിൽ ആയിരിക്കണം ആ നോട്ട്സ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതാൻ മടി കാണിക്കരുത്. സ്റ്റിക്ക് നോട്ട്സ് ഒട്ടിച്ച് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലോഗാസ് നിങ്ങൾ ഭിത്തിയിൽ ഒട്ടിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് എക്സാമിന് പഠിച്ച് തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം സമയം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും തീർന്നു പോവും. അപ്പം നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാൽക്കുലേഷനിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുമെന്ന് പറഞ്ഞ പോർഷൻ ചിലപ്പോൾ പഠിച്ച് തീർക്കാൻ 2 ദിവസം എടുക്കും. അവിടെ തന്നെ കാൽക്കുലേഷൻ പോയി. അപ്പോൾ സമയം കൂടുതൽ വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക. നമ്മളിത് വലിയ ബാധ്യതയായിട്ട് കാണരുത്. പഠിക്കുന്നത് എന്താണോ അത് സ്നേഹിച്ച് പഠിക്കുക. അപ്പം ചിലർ BMS ഒക്കെ പഠിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് സപ്ലി കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്താൽ 2 ഗുണമുണ്ട്. ഒന്ന്, പഠിക്കുന്നത് വേഗം പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. കുറച്ചുകൂടെ നന്നായിട്ട് അത് ഓർത്തിരിക്കാനും പറ്റും. അപ്പം നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഒട്ടും ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതാണ്, +2 കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു BMS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുക, നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ, നിങ്ങൾ അതനുസരിച്ചുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആക്കാൻ പറ്റും. പലർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ +2 കഴിയുമ്പോഴേക്കും ആ സീരിയസ്നെസ് ഒക്കെ പോയി ഒരു കളി മൂഡിൽ വരും. ഒരു കോളേജ് മൂഡിലേക്ക് വരുമ്പോൾ ആ പഠനത്തിൻ്റെ ഇത് കുറഞ്ഞു പോകും. അതാണ് പലർക്കും പറ്റുന്നത്. അപ്പോൾ അതേ സീരിയസ്നെസ്സോടുകൂടെ പഠിച്ചാൽ മതി. ഫുൾ ടൈം പഠിക്കണം, ഒരു റിലാക്സേഷനും വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ റിലാക്സ് ചെയ്യുക, ബ്രേക്കുകൾ എടുക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ബ്രേക്കുകൾ ഇട്ടിട്ടുള്ള ടൈം ടേബിൾ തന്നെ വേണം. 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം, ഒരു തെറ്റുമില്ല അതിൽ. പക്ഷേ ബ്രേക്ക് മാത്രമായി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം പഠിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നിങ്ങളിപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം തുറക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു മെസ്സേജ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത മെസ്സേജ് വരും, പിന്നെ നമ്മൾ ആ പുറകെ പോകും. 5 മിനിറ്റ് വാട്സപ്പിന് വിചാരിച്ചത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടുപോകും. നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ. അപ്പം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ആ പഠിക്കാനായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സമയം, അതായത് നമ്മുടെ ഒരു സ്റ്റഡി ലീവിൻ്റെ ടൈം അല്ലെങ്കിൽ എക്സാം അനൗൺസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ചിൽ എക്സാം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഏറ്റവും
ഫാസ്റ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് നിങ്ങൾക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാം എഴുതുന്നതിനെ പറ്റിയോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ മെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മറ്റ് പ്രസൻറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണാം. ഓക്കെ, താങ്ക് യു.